ഹലോ, അസ്സലാമു അലൈക്കും. ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതാ ഒരു ബീഫ് ചില്ലിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിനുള്ള മസാല ഇവിടെ തയ്യാറാക്കണം. ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ല വലുപ്പമൊക്കെ ഉള്ള ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതേപോലത്തെ പീസുകളാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടില്ല. കുറച്ചൊക്കെ ഒരു വലുപ്പത്തിലുള്ള ബീഫിൻ്റെ പീസാണ് കേട്ടോ. ഇത് ഈ മസാലയിലോട്ട് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഈ ബീഫുമേ. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, വേഗം പോയിട്ടാണ് സബ്സ്ക്രൈബ് ബട്ടണും ലൈക്കും ചെയ്യട്ടോ. അപ്പോൾ അത് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു കുക്കറിലോട്ട് ഇട്ടെടുക്കാം. ബീഫ് 1/2 കിലോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മസാല തേച്ചിരുന്ന പാത്രത്തിൽ ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കറിൽ വെച്ച് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 6 വിസിൽ അടിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഓരോ പീസും ബീഫ് ചില്ലിയുടെ വലുപ്പം അറിയാലോ, ആ ഒരു കനത്തിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ളൊരു മസാല വേറെ തേച്ചെടുക്കാം ചില്ലിക്കുള്ള. അപ്പോൾ ആദ്യം തന്നെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിൽ 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി 2 സ്പൂണ്, അതിന് ശേഷം ഇതിലോട്ട് കോൺഫ്ലവറാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഒരു 2 സ്പൂണോളം കോൺഫ്ലവർ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഗരം മസാലയാണ് 1/2 സ്പൂൺ ഇട്ടെടുത്തു. പിന്നെ കുരുമുളക് പൊടി 1 സ്പൂണ്. ഇനി അതിന് ശേഷം 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 സ്പൂണ്. പിന്നെ അതുപോലെ തൈര് കേട്ടോ, തൈര് ഒരു 1/2 കപ്പോളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സുർക്കയാണ്, വിനെഗിരി, അത് ഒരു 2-3 സ്പൂൺ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് മസാലയും കയ്യിലുണ്ടെങ്കിൽ അതും 1 സ്പൂൺ ഇട്ടെടുക്കട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ബീഫ് മസാല ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾ വിനെഗറിന് പകരം എസൻസാണ് അതിൻ്റെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ചുരുങ്ങിയത് ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാം. ഇനി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണ ഏതിലാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചൂടായി വന്നാൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബീഫ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് അധികം വേവാനൊന്നുമില്ല, ഓൾറെഡി ബീഫ് വെന്തതാണ്. ഇനി ഈ മസാലകളൊക്കെ ഒന്ന് വേവാനേ ഉള്ളൂ. ഇനി നമ്മൾ ഇട്ട സമയത്ത് തന്നെ മറിച്ചിടാൻ പാടില്ല. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മറിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തിരിച്ചിട്ടിട്ടും നല്ലോണം ഒന്ന് മൂക്കട്ടെ. ഇതിൻ്റെ കളറൊക്കെ ബീഫ് ചില്ലിയുടെ കളറൊക്കെ ഒരു നല്ലൊരു ഡാർക്ക് കളറായിരിക്കും കേട്ടോ. അതുപോലെ അയച്ചിട്ട് കരിയുന്ന രൂപത്തിൽ കത്തിക്കാനും പാടില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക് നടുക കീറിയത് 4 പീസൊക്കെ ആക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക.
അപ്പോൾ അതാ അടിപൊളി മണവും ഒക്കെ ഉണ്ട് കേട്ടോ. കറിവേപ്പിലേൻ്റെയും പച്ചമുളകിൻ്റെയും ബീഫിൻ്റെയും കൂടി മണം അടിപൊളി മണമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിളാണ്. ബീഫൊക്കെ കിട്ടുമ്പോൾ വെള്ളിയാഴ്ചയൊക്കെ ബീഫ് മേടിക്കണവരാണെങ്കിൽ നമുക്ക് എന്തായാലും ഇതേപോലത്തെ പീസൊക്കെ കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ അധികം എല്ലും നെയ്യും ഇതൊന്നും പെടാത്ത ബീഫായിരിക്കണം. ഇത് പൊറാട്ടൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളെന്തായാലും പൊറാട്ടയാണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബായ്. താങ്ക് യു.